വർഷമായി പെരുമ്പാവൂരിൽ IT വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പുൽക്കൂട് മത്സരം ശ്രദ്ധേയമായി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾ കൂടുതൽ മനോഹരമാക്കുവാൻ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്കായി പുൽക്കൂട് മത്സരം സംഘടിപ്പിച്ചു. 5 ടീമുകളിലായി നടത്തിയ മത്സരത്തിൽ 300-ലേറെ പേർ പങ്കെടുത്തു. 1ഉം 2ഉം സ്ഥാനം നേടിയവർക്ക് ക്യാഷ് പ്രൈസ് സമ്മാനിച്ചുവെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ആ തുക മാറ്റിവെച്ചു. ജിടെക് സെന്ററിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ സ്ഥാപന ഉടമ ബിജു, ഇന്ദു ബിജു, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു. അതിനൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ പരിപൂർണതയോടെ നത്തേക്കാട്ട് ആർക്കേഡിൽ പുതുവർഷത്തോടനുബന്ധിച്ച് AI റോബോട്ടിക് ക്യാമ്പസ് പ്രവർത്തനം ആരംഭിക്കുന്ന സന്തോഷ വിവരം കൂടി സ്ഥാപന അധികൃതർ പങ്കുവച്ചു. 2024 എന്ന് പറയുന്ന ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും ഒരു നവവത്സരവും അതുപോലെ തന്നെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു നവവത്സരം ജിടെക്കിൻ്റെ പേരിൽ ആശംസിക്കുകയാണ്. ഈ വർഷം ജിടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി മധുരം കൂടിയാണ്. അതായത് എല്ലാവർക്കും ഒരു പുതുവർഷത്തിലേക്ക് കിടക്കുന്ന സന്തോഷത്തോടൊപ്പം 2024 എന്ന് പറയുന്നത് ജിടെക്കിനെ സംബന്ധിച്ചിടത്തോളം പെരുമ്പാവൂരിൽ IT വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 19 വർഷമായിട്ടുള്ള അതികായകരായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ IT മേഖലയിൽ തന്നെ റോബോട്ടിക് സപ്പോർട്ടോടുകൂടി, അതായത് തികച്ചും റോബോട്ടിക്കിൻ്റെ സാങ്കേതിക വിദ്യയോടുകൂടി ഒരു പുതിയ സംരംഭം കൂടി ഈ പറയുന്ന ജനുവരി ആദ്യ വാരത്തിൽ തന്നെ പെരുമ്പാവൂർ നത്തേക്കാട് ആർക്കേഡിൽ നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് തന്ന പിന്തുണ വരും വർഷങ്ങളിലും നമുക്ക് വേണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. IT വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ കാൽവെപ്പായിരിക്കും ഈ പറയുന്ന റോബോട്ടിക് ക്യാമ്പസ് എന്ന് പറയുന്നത്. ആ റോബോട്ടിക് ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു ആശയം ഇന്ന് നിലവിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് പെരുമ്പാവൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതുപോലെ വരും വർഷങ്ങളിൽ വേണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു പുതുവത്സരം കൂടി ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.